ഗൈസ് എനിക്ക് പണിയെന്ന് വെച്ചാൽ അങ്ങനെ ഗൈസ് എൻ്റെ ഒരു ഡ്രീമായിട്ടുള്ള കാര്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടില്ലായിരുന്നു. അഫോർഡബിൾ രീതിയിലുള്ള ഒരു ജേണൽ അത് വെച്ചിട്ടുള്ള ജേണൽ ചെയ്യാൻ പോകുന്നത്. അത് മേടിച്ച് ഉടനെ തന്നെ എനിക്ക് ജേണൽ ചെയ്യണം ഒരു വാശിയായിരുന്നു. സോ അന്ന് തന്നെ വെച്ച് അന്ന് ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ചെയ്യാം. ട്രെയിൻ എടുത്ത് വെയിറ്റ് ചെയ്ത് ഫൈനലി ഞാൻ ചെയ്യാൻ പോവാണ്. ഒരു ഡ്രീമായിരുന്നു അത് മേടിക്കണം ശ്രമിച്ചത്. ഓക്കെ, നമുക്ക് ചെയ്യാം. പിന്നെ ഗൈസ് എല്ലാം ഒരു ജേണൽ ചെയ്താണ്. അതിൻ്റെ പഴയ ഒരു ജേണൽ അത് ഹോം മെയ്ഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു കസിൻ തന്നതാണ്. സോ ഉണ്ടാക്കാൻ അറിഞ്ഞതാണ്. അതിൽ 2-3 ജേണൽസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 2-3 അല്ല, ഞാനാണ് ഇപ്പം ചെയ്തത്. അതൊക്കെ ഞാൻ ചെയ്തെടുത്ത് ചെയ്തതാണ്. ഇത് ഞാൻ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ തന്നെ സംഭവം ഉണ്ടായിരുന്നു. ഫേസ് പേപ്പർ വെച്ച് ചെയ്തതാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ നമുക്ക് ഇത്രയും പേപ്പേഴ്സ് ഇരിക്കുന്നത് ഇത് ഒരു മിനി ഡയറിക്കാണ്. അതെല്ലാം കൂടി നമ്മൾ സെറ്റ് ആക്കണം. വാഷ് പേപ്പർ കണ്ട ഇരിക്കുന്ന കോലം കടയിൽ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പേജ് സെറ്റ് ചെയ്യണം. എനിക്കിപ്പം എവിടെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ജേണൽ ചെയ്യാൻ പ്രത്യേകിച്ച് പേജസ് ഓടിച്ചില്ല. ബട്ട് എനിക്കൊരു നോട്ട് ചെയ്യുന്ന ജേണൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു പേജ് ഇട്ട് വെക്കണം. എനിക്ക് വേറെ സംഭവം ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ്ട് ഇവിടെയാണ് നമ്മൾ ജേണൽ ചെയ്യാൻ പോകുന്നത്. സോ 2 പേജിൽ ഫസ്റ്റ് ടൈമാണ് 2 പേജിൽ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് വീഡിയോണ്ട്. ഗൈസ് എനിക്കങ്ങനെ ടേബിളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനൊരു ഞങ്ങൾ ഡൈനിങ് ടേബിളാണ്, അവിടെ ഇരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. സോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു പാറ്റേൺ പേപ്പർ ആദ്യം നമുക്ക് അത്യാവശ്യമാണല്ലോ. ഞാൻ ആദ്യം ചെറുതിൽ നിന്നാണ്, വലിയ പാറ്റേൺ പേപ്പേഴ്സാണ്, പക്ഷെ ഞാൻ ചെറുതാണ് എടുക്കുന്നത്. നമുക്കിതെടുക്കാം. അതിന് മമ്മ സെലക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഇതാണ്ട് ഇവിടെ ഒട്ടിച്ചിട്ടില്ല, ഒട്ടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കീറി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ പേജിൽ അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി ബാലൻസ് ഒന്നുകൂടി സെറ്റാക്കാം. ഇതിവിടെ ഇതിങ്ങനെ അത് കറക്റ്റ് കേട്ടോ. ഇത് ഇങ്ങനെ ഒട്ടിക്കാം. കട്ട് ചെയ്യേണ്ട ആവശ്യം വരും. കട്ട് ചെയ്യാം ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സൗണ്ട് ഇങ്ങോട്ട് വന്നു. ഇതാണ് കേട്ടോ നമ്മൾ പക്ഷേ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഫെവി സ്റ്റിക്ക് ഇല്ല, അതാണ് ഞാൻ ഒട്ടിക്കാൻ. ഇതിപ്പം ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു വൃത്തിയിടാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫൈനൊക്കെ അപ്പോൾ ഇതിനകത്ത് വെച്ച് തീരാമായി ഇത്തിരിയേ ഉള്ളൂ. ചിലർക്കൊക്കെ ഒരു 2-2.5 മണിക്കൂർ എടുത്തെങ്കിലും ഞാനിത് ചെയ്യും കേട്ടാ. ഓക്കെ, അപ്പം ഇതാണ് ലുക്ക്. അപ്പോൾ ഗൈസ് ഞാനും ചെറുതായിട്ട് സ്ഥലം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ജേണൽ നിങ്ങൾ കാണണ്ടേ. സോ നമ്മളിപ്പം ഇത് പേജ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കും. പണി വെച്ച് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുക. അപ്പം ഞാനിവിടെ ഈ ഇതാണ് ചൂസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പേരൊട്ടിക്കും. പേരൊട്ടിച്ചാലും നല്ല ഭംഗിയാണ്. അപ്പം ഇത് വേണം ഞാൻ ഫസ്റ്റ് എനിക്ക് തന്നെ കുഴപ്പമില്ല. പേരൊക്കെ മാച്ച് ഉള്ളത് ടീമാണ്. സോ മാച്ചില്ല. ഇത് കൂടുതൽ സ്റ്റിക്കേഴ്സ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ ഒരു ഇത് നല്ല സ്റ്റിക്കേഴ്സ് ഇത് കൊള്ളാം. ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നത് ഇതെടുക്കാൻ വേണ്ടി പോകാം. കുഴപ്പമില്ല, കാണിക്കുക. ഇവിടെയാണ് നമ്മൾ അവിടെ ഇങ്ങനെ മൈന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് മാറ്റി ഇവിടെ സ്റ്റിക്കർ വെച്ചു. അപ്പോൾ നല്ല ഭംഗിയില്ലേ. നിങ്ങൾ കോഡ്സ് എഴുതാം. കോഡ്സാണ് ഫൈനൽ പരിപാടി. കോഡ്സ് എഴുതിയെടുക്കാം. കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട് അടിഞ്ഞിട്ടുണ്ട്. എനിക്കിങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. സോ നമ്മളുടെ ബട്ടർഫ്ലൈ നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷേ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചത് അതിനും നല്ല മാച്ചായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുഞ്ഞ് സ്റ്റിക്കർ വേണം. അതൊന്ന് സ്പ്രെഡ് നല്ല ഭംഗിയിൽ കുഞ്ഞ് സ്റ്റിക്കറായിട്ട് ഇത് ഇപ്പോൾ സെലക്ട് ചെയ്യുക. ഇതെന്നാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത്. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വേറൊരു ഇങ്ങനത്തെ മാച്ച് ഇതിനോട് ഒട്ടും മാച്ചല്ല, ബട്ട് നോക്കാം. നല്ല ഒരു അടിപൊളി സംഭവം. ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യാം. ഇതാണ്ടേ, ഇത് ഒരു കുഞ്ഞി പേപ്പർ ഇങ്ങനെ കീറിയിട്ട് അതേമാതിരി ഇതുണ്ട്, അത് സെലക്ട് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യണം. വേണ്ടല്ലേ. ഇതിവിടെ ഈ ഹോപ്പും ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത് സെലക്ട് ചെയ്യും. അങ്ങനെ ഗൈസ്
എൻ്റെ ഒരു ഡ്രീമായിട്ടുള്ള കാര്യം സാധിച്ചു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ വൃത്തിയാക്കി. സോ ജനങ്ങളുടെ ഫുൾ ലുക്ക് കാണാം. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം എല്ലാവർക്കും ബൈ.